ക്ലിഫ് ഹൗസിന്റെ പടിവാതിൽക്കൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിക്കഴിഞ്ഞു. ഇഡി ഒന്നും പിണറായിയുടെ പടി കടക്കില്ലെന്ന് വീമ്പ് പറഞ്ഞ CPMകാർ ഇപ്പോൾ മാളത്തിൽ ഒളിച്ചുവെന്ന് പറയേണ്ടി വരും. മസാല ബോണ്ട് വിഷയത്തിലാണ് പിണറായി വിജയന് ഇഡി കുരുക്കിട്ടത്. നേരത്തെ ഡൽഹിയിലടക്കം മുഖ്യമന്ത്രിമാരുടെ വസതിയിൽ ഇഡി കടന്നതോടെ ഇപ്പോൾ പിണറായിക്കും പിടിവീഴുമെന്നാണ് കരുതിയത്. എന്നാൽ സ്വർണ്ണക്കടത്ത് കേസിലടക്കം നേരിയ വ്യത്യാസത്തിൽ പിണറായിയിൽ നിന്ന് ഇഡി ഒഴിഞ്ഞുമാറി. എന്നാൽ ഇക്കുറി പെട്ടുവെന്ന് പറഞ്ഞാൽ മതി. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി. 5 മാസങ്ങൾക്കിപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നെത്തും. ഈ വിഷയം പ്രതിപക്ഷം ആയുധമാക്കുമെന്ന കാര്യത്തിൽ മാത്രം തർക്കമില്ല. 3 വർഷത്തിലേറെ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് നോട്ടീസ് നൽകിയത്. ശനിയാഴ്ചയാണ് നോട്ടീസ് നൽകിയത്. വിശദീകരണം തേടിയ ശേഷമായിരിക്കും തുടർ നടപടികൾ. മുൻ ധനമന്ത്രി TM തോമസ് ഐസക്കിനും കിഫ്ബി ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. മസാല ബോണ്ട് വഴി ശേഖരിച്ച പണം അടിസ്ഥാന വികസന പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ചട്ടലംഘനമാണെന്നാണ് ഇഡി പറയുന്നത്. 2019 9.72% പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി 2150 കോടിയാണ് കിഫ്ബി സമാഹരിച്ചത്. 2019 ജനുവരി 17 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ബോണ്ട് ഇറക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ തീരുമാനിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം തോമസ് ഐസക്കിന് 2 തവണ നോട്ടീസ് നൽകിയിരുന്നു. അപ്പോഴും പിണറായി വിജയനെ തൊടില്ലെന്നാണ് സഖാക്കന്മാർ പറഞ്ഞത്. വലിയ ഗൂഢാലോചനയാണ് മസാല ബോണ്ട് വിഷയത്തിൽ നടന്നതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇതിലും കുറച്ച് പലിശയ്ക്ക് കേരളത്തിൽ വായ്പ കിട്ടുമായിരുന്നു. മസാല ബോണ്ട് അപകടമെന്ന് നേരത്തെ പറഞ്ഞതാണ്. ലാവ്ലിൻ കമ്പനിയുമായുള്ള ഡീലാണ് നടന്നത്. ലാവ്ലിൻ കമ്പനിക്ക് ഷെയറുള്ള സ്ഥാപനത്തിന് ബോണ്ടുകൾ വിൽക്കുന്നത് ദുരൂഹമാണെന്നും പറഞ്ഞതായി ചെന്നിത്തല പറഞ്ഞു. കേന്ദ്രത്തിന്റെ അനുമതിയില്ലാതെ സംസ്ഥാനത്ത് ഈ രീതിയിൽ പണം സമാഹരിക്കാൻ കഴിയില്ല. വലിയ സാമ്പത്തിക ലാഭം ചിലർക്ക് ഉണ്ടായിട്ടുണ്ട്. നോട്ടീസ് കൊടുത്തത് ശരിയായ നടപടിയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് ഇടയ്ക്കിടെ ഇഡി നോട്ടീസ് കിട്ടുന്നുണ്ടെന്നും അത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ BJP അനുകൂല നിലപാട് എടുപ്പിക്കാനാണെന്നും കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പറഞ്ഞു. ആര് പൊക്കിയാലും കേരളത്തിൽ BJP പൊങ്ങില്ല. ഇടയ്ക്ക് ഇഡി നോട്ടീസ് അയക്കും. പിന്നീട് അത് അങ്ങനെ തന്നെ കെട്ടുപോകുമെന്നുമാണ് ഈ വിഷയത്തിൽ K മുരളീധരൻ പറഞ്ഞത്. അതേസമയം കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇഡിയുടെ വാദം തള്ളിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. മസാല ബോണ്ടിൽ ക്രമക്കേടില്ലെന്നതാണ് സർക്കാർ നിലപാട്. നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും മസാല ബോണ്ടിന്റെ പണം തിരിച്ചു നൽകിയതായും സർക്കാർ വ്യക്തമാക്കി. ഇഡി അയച്ച കാരണം കാണിക്കൽ നോട്ടീസിന് മുഖ്യമന്ത്രി ഉടൻ മറുപടി നൽകുമെന്നും 3 വർഷം നീണ്ട അന്വേഷണത്തിന് പിന്നാലെ മാത്രമാണ് മുഖ്യമന്ത്രിയെ സമീപിക്കാൻ ഇഡിക്ക് സാധിച്ചതെന്നും പറയുന്നുണ്ട്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ ശനിയാഴ്ചയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ധനമന്ത്രി തോമസ് ഐസക്, കിഫ്ബി ഉദ്യോഗസ്ഥർ എന്നിവർക്ക് ഇഡി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത്. ഇഡി അന്വേഷണത്തിൽ ഫെമ ചട്ടലംഘനം കണ്ടെത്തി. ഇതുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് 3 മാസം മുൻപ് ചെന്നൈയിലെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്റെ തുടർച്ചയായിട്ടാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കിഫ്ബി ഹാജരാക്കിയ രേഖകളടക്കം പരിശോധിച്ചാണ് ഇഡിയുടെ നിർണായക നീക്കമെന്ന് കാണാൻ സാധിക്കും. കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചവർക്ക് പ്രതിനിധി വഴിയോ അഭിഭാഷകൻ മുഖാന്തിരമോ വിശദീകരണം നൽകാവുന്നതാണെന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്.